ഇന്ന് ഇൻ്റർനാഷണൽ എപ്പിലെപ്സി ഡേ അഥവാ ലോക അപസ്മാര ദിനമാണ്. അപസ്മാര രോഗത്തിന് നമുക്കറിയാം ഇപ്പോൾ പല നൂതന ചികിത്സാ രീതികളും ലഭ്യമാണ്. സർജറി, പലതരത്തിലുള്ള മരുന്നുകൾ, പിന്നെ ഭക്ഷണക്രമങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ ഒരു 80% അല്ലെങ്കിൽ 90%-ഓളമുള്ള അപസ്മാര രോഗത്തിന് ഭേദമാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കുട്ടികളിൽ അപസ്മാര രോഗം വളരെ സാധാരണയായി കണ്ടുവരുന്നതായിട്ടാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള അപസ്മാര രോഗങ്ങളാവാം. പനിയോട് കൂടിയുള്ള വളരെ ശക്തി കുറഞ്ഞ അപസ്മാര രോഗങ്ങളുണ്ട്. അത് ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ മാറിപ്പോവും. അതല്ലാതെ വേറെ ബ്രെയിനിലുള്ള ഡാമേജ് കാരണം വരുന്ന പലതരത്തിലുള്ള അപസ്മാര രോഗമുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾ പ്രത്യേകമായി കാണുന്ന ഒരു അപസ്മാര രോഗമാണ് ആബ്സെൻറ്റ് സീഷേഴ്സ് എന്ന് പറയും. പെട്ടെന്ന് കുട്ടികളിങ്ങനെ ഒരു റിലേ കട്ടാവുന്ന പോലെ നിന്നിട്ട് അവർക്ക് വേറെ യാതൊരു രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വേറെ രീതിയിലുള്ള അപസ്മാരങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് വീഴുക, കൈകാലിട്ടടിക്കുക, ബോധം പോവുക, വായെന്ന് പറയുമ്പോൾ അതേം വരിക, അങ്ങനത്തെ മേജറായിട്ടുള്ള മേജർ കൺവൽഷൻസ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള അപസ്മാര രോഗവും വരാം. അപ്പോൾ ഇത്തരം എല്ലാ രോഗങ്ങളെയും നമ്മൾ കൃത്യമായ ഒരു ഡയഗ്നോസിസ് നടത്തുക, എന്നിട്ട് അതിനുള്ള ചികിത്സകൾ കൊടുക്കുക. അപ്പോൾ പലതരത്തിലുള്ള ചികിത്സകളുണ്ട്. ഒരു 80%-90% മരുന്നുകളിലൂടെ നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റും. 1-2 വർഷം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. പിന്നെ ഇത് അങ്ങനെ മാറാത്ത ഒരു 80% മാറുമെങ്കിലും ബാക്കി ഒരു 20% ആൾക്കാരിൽ ഇത് അങ്ങനെ പെട്ടെന്ന് മാറണമെന്നില്ല. അങ്ങനെയുള്ള കേസുകളിൽ സർജറി, അത് പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളിലൂടെ, ഒരു സർജറിയിലൂടെ ഇത് പൂർണ്ണമായി അപസ്മാര രോഗം മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് അല്ലാതെ വേറെ പല ചികിത്സാ രീതികൾ, ഭക്ഷണക്രമത്തിലുള്ള ചികിത്സകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ചികിത്സകളുണ്ട്. ഒരു നല്ല അപസ്മാര രോഗ ചികിത്സാ കേന്ദ്രത്തിൽ പോയി ഒരു ഡയഗ്നോസിസും അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റും എടുക്കുക എന്നുള്ളതാണ് ഈ അപസ്മാര രോഗ ദിനത്തിൻ്റെ സന്ദേശം.